Good morning, all of you. I am Dr. Suleena. Today, we are going to discuss a few aspects about income tax. As you all know that tax is one of the major sources of revenue of the government. These taxes are either direct taxes or indirect taxes. Direct tax simply refers to the tax in which the impact and incidence of tax is vested with one person. However, in case of indirect taxes, the impact is vested with one person and incidence is vested with another person. For example, GST. ഇവിടെ നമുക്കിത് പ്രതിപാദിക്കാൻ പോകുന്നത് ടാക്സിനെ പറ്റിയിട്ടാണ്. പ്രധാനമായിട്ടും ഇൻകം ടാക്സ്. ടാക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിൻ്റെ വരുമാന സ്രോതസ്സുകളിൽ ഏറ്റവും പ്രാമുഖ്യമുള്ള ഒന്നാണ് ടാക്സസ്. ഈ ടാക്സസ് നോക്കുമ്പോൾ ചില ടാക്സുകൾ പ്രത്യക്ഷത്തിൽ കൊടുക്കുന്ന നികുതിയാണ്, ചിലത് പരോക്ഷമായിട്ട് കൊടുക്കുന്ന നികുതിയാണ്. ഇൻകം ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യക്ഷ നികുതിയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻകം ടാക്സിൻ്റെ ബാധ്യതയും കൊടുക്കേണ്ടുന്ന ആളും ഒരാൾ തന്നെയാണ്. എന്നാൽ ഇൻഡയറക്റ്റ് ടാക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, പരോക്ഷ നികുതിയാണ്. അതായത് ടാക്സിൻ്റെ ബാധ്യത കൊടുക്കേണ്ടുന്നത് ഒരാൾ, അത് കൊടുക്കുന്നത് മറ്റൊരാൾ. അതുകൊണ്ടാണ് ഇതിനെ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഉദാഹരണം നമുക്കെല്ലാം പരിചയമുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സസ് ആണ്. ഇനി നമുക്ക് നോക്കിയാൽ എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഇത്തരത്തിലുള്ള ടാക്സ് അവരുടെ ഒരു മുഖ്യ സോഴ്സ് ഓഫ് റവന്യൂ ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. യു നോ ദാറ്റ് the government needs money to maintain law and order of the country, safeguard the security of the nation from foreign powers, and promote the welfare of the people. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനും അതിൻ്റെ നിയമം വരുത്തുന്നതിനും അതുപോലെ അതിൻ്റെ ശക്തി തെളിയിക്കുന്നതിനും തീർച്ചയായിട്ടും പണത്തിൻ്റെ ആവശ്യമുണ്ട്. ഇത് ഒരു ഓർഗനൈസേഷൻ ആയാലും ഒരു ഗവൺമെൻറ് ആയാലും ഇത് കരസ്ഥമാക്കുന്നത് അതിൻ്റെ വരുമാന സ്രോതസ്സായ ടാക്സസിലൂടെയാണ്. ഓൾ ദിസ് റിക്വയേഴ്സ് മൊബിലൈസേഷൻ ഓഫ് ഫണ്ട്സ് ഫ്രം വേരിയസ് സോഴ്സസ്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ വികസന കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഫണ്ട് മൊബിലൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ടാക്സസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഡയറക്റ്റ് ഉണ്ട്, ഇൻഡയറക്റ്റ് ഉണ്ടെന്ന് ഞാൻ മെൻഷൻ ചെയ്ത് കഴിഞ്ഞു. ഇൻകം ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ബീയിങ് എ ഡയറക്റ്റ് ടാക്സ്, ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് ടൂൾ ടു അച്ചീവ് ബാലൻസ്ഡ് സോഷ്യോ എക്കണോമിക് ഗ്രോത്ത് ബൈ പ്രൊവൈഡിങ് കൺസെഷൻസ് ആൻഡ് ഇൻസെൻറ്റീവ്സ് ഇൻ ഇൻകം ടാക്സ് ഫോർ വേരിയസ് ഡെവലപ്മെൻറ്റൽ പർപ്പസസ്. അപ്പോൾ നമുക്ക് ഈ ഡയറക്റ്റ് ടാക്സിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഇതൊരു പ്രധാനപ്പെട്ട ഒരു ടൂളാണ്. എന്താണ്, ഒരു രാജ്യത്തിൻ്റെ സോഷ്യോ എക്കണോമിക് ഗ്രോത്ത് അച്ചീവ് ചെയ്യുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട സോഴ്സാണ് അല്ലെങ്കിൽ ഒരു ടൂളാണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈ പ്രൊവൈഡിങ് കൺസെഷൻസ് ആൻഡ് ഇൻസെൻറ്റീവ്സ് ഇൻ ഇൻകം ടാക്സ്. ഒരു ഇൻകം ടാക്സ് കൊടുക്കുന്നതിൽ നിന്ന് ചില കൺസെഷൻസ് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇൻസെൻറ്റീവ്സ് കൊടുക്കുകയോ ചെയ്യപ്പെടുന്നു. അത് വേരിയസ് ഡെവലപ്മെൻറ്റൽ പർപ്പസിനാണെന്ന് ഓർത്തിരിക്കുക, വികസന കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത്രയുമാണ് ഇൻകം ടാക്സിനെ പറ്റിയിട്ടുള്ള ചെറു വിവരണം. ഇനി ഹൂ ഈസ് ലയബിൾ ടു പേ ഇൻകം ടാക്സ്? Every person whose taxable income for the previous financial year exceeds the minimum taxable limit is liable to pay income tax during the current financial year on the income of the previous financial year at the rates applicable during the current financial year. ഇവിടുത്തെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ആരാണ് ടാക്സ് കൊടുക്കേണ്ടത്? ഇൻകം ടാക്സ് കൊടുക്കേണ്ടത് ആരാണ്? എല്ലാവരും ടാക്സ് കൊടുക്കേണ്ടെന്ന ആവശ്യമുണ്ടോ? എവറി പേഴ്സൺ whose taxable income for the previous financial year exceeds the minimum taxable limit is liable to pay income tax. ഏതൊരു പേഴ്സൻ്റെയാണോ വ്യക്തിയുടെയാണോ ടാക്സബിൾ ഇൻകം ഒരു പെർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയറിൽ പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്യുന്ന ഇൻകം മിനിമം ടാക്സബിൾ ലിമിറ്റിലേക്കാളും കൂടുന്നത്, ആ വ്യക്തി അല്ലെങ്കിൽ ആ പേഴ്സൺ കൃത്യമായിട്ടും ടാക്സ് കൊടുത്തിരിക്കണം. ഏത് റേറ്റ് അനുസരിച്ചിട്ടാണ്? കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൻ്റെ റേറ്റ് അനുസരിച്ച് കൃത്യമായിട്ട് കൊടുത്തിരിക്കണം. അതാണ് ടാക്സിൻ്റെ കൊടുക്കുന്നതിൻ്റെ ബാധ്യത. ആർക്ക് ടാക്സ് കൊടുക്കണം എന്നുള്ളതിൻ്റെ ഒരു ആൻസർ ഇതാണ്. അപ്പോൾ ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് കറണ്ട് ഫിനാൻഷ്യൽ ഇയർ റേറ്റാണ്. income belonging to an assessee during the previous year will be
assessed during the assessment year or current financial year. Now we can go for a brief history of income tax in India. In India, this tax was introduced for the first time in 1860. In 1886, a separate income tax act was passed. This act remained in force up to 1917. In 1918, a new income tax act was passed, and again it was replaced by another law or another new act. Again, Income Tax Act of 1922 has become very complicated on account of innumerable amendments. നമ്മളിപ്പോൾ ഇൻകം ടാക്സ് ആക്ട് നിലവിൽ വന്ന ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പരിശോധിച്ചാൽ ആദ്യത്തെ നിയമം പ്രാബല്യത്തിൽ വന്നത് 1860-ലാണ്. തുടർന്ന് 1886 മറ്റൊരു നിയമം വന്നു. കൂടാതെ 1918 ഒരു പുതിയ ഇൻകം ടാക്സ് ആക്ട് പാസ് ചെയ്തു. അതുവരെ ഉണ്ടായിരുന്ന മറ്റൊരു നിയമം 1922 മാറ്റപ്പെട്ടു. വീണ്ടും 1922 ഇൻകം ടാക്സ് ആക്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓൺ അക്കൗണ്ട് ഓഫ് ഇന്യൂമറബിൾ അമെൻമെൻറ്റ്സ്, ഒത്തിരിയേറെ ഭേദഗതികൾ വരുന്നത് കാരണം അതിൻ്റെ വർക്കിംഗ് കോംപ്ലിക്കേറ്റഡായി. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ അറിയപ്പെടുന്ന ഏറ്റവും പുതിയതെന്ന് നമ്മൾ കണക്കാക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഇൻകം ടാക്സ് ആക്ട് നിലവിൽ വന്നത് 1961. അപ്പോൾ ദ ഇൻകം ടാക്സ് ആക്ട് 1961 ഹാസ് ബീൻ ബ്രോട്ട് ഇൻ ടു ഫോഴ്സ് വിത്ത് ഇഫക്റ്റ് ഫ്രം 1st April 1962. അപ്പോൾ ഇൻകം ടാക്സ് ആക്ട് 1961 ആണ്, പക്ഷേ അത് നിലവിൽ വന്നത് 1st April 1962 ഓൺവേർഡ്സ് ആണ്. എങ്കിലും നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ഇൻകം ടാക്സ് ആക്ട് ഓഫ് 1961. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് the history of income tax. Now we can go for what are the main characteristics of income tax. When we analyze income tax, as I said earlier, it is a direct tax. Here also, when we look at it, the characteristics of income tax, we can see that the first and foremost characteristics is income tax is a direct tax. Direct in the sense that such a tax which is paid by a person who bears the tax burden. ആരാണോ ടാക്സ് ബേർഡൻ കൊടുക്കാനുള്ളത് അല്ലെങ്കിൽ ടാക്സ് കൊടുക്കേണ്ടുന്ന ബാധ്യത കൈവശമുള്ളത് ആ വ്യക്തിയാണ് ടാക്സ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ്, ദിസ് ഈസ് എ സെൻട്രൽ ടാക്സ്. ദാറ്റ് മീൻസ് ഇൻകം ടാക്സ് ഈസ് ഇമ്പോസ്ഡ് ആൻഡ് റിക്കവേർഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. ഇത് സെൻട്രൽ ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുന്ന ഒരു ടാക്സ് ആണ്. അതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെൻറ് ആണിത് റിക്കവർ ചെയ്ത് എടുക്കുന്നത്. ആൻഡ് ദ തേർഡ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ഈസ് ദിസ് ടാക്സ് ഈസ് ഓൺ ടോട്ടൽ ഇൻകം. ദാറ്റ് മീൻസ് ഇൻകം ടാക്സ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ടോട്ടൽ ഇൻകം. ഇൻകം ടാക്സ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ടോട്ടൽ ഇൻകം. ടോട്ടൽ ഇൻകത്തിനാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ടോട്ടൽ ഇൻകം ഈസ് ഓൾസോ കോൾഡ് ടാക്സബിൾ ഇൻകം. So this total income is calculated according to the provisions of the Income Tax Act. Income Tax Act ന്റെ വിവിധ പ്രൊവിഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഈസ് ദറ്റ് ദർ ആർ ഓഫ് കോഴ്സ് ടാക്സ് എക്സെംപ്റ്റഡ് ലിമിറ്റ്സ് ആർ ദെയർ. വെൻ യു കാൽക്കുലേറ്റ് ദ ടാക്സ് ലയബിലിറ്റി ഓഫ് എ പെർട്ടിക്കുലർ പേഴ്സൺ, there are certain exempted limit for that. That is another characteristics of income tax. And the next one is it is a progressive rate. That means tax is not imposed at the same rate on the total income of an individual or HUF or association of person or body of individuals. അതായത് ഒരു പ്രോഗ്രസീവ് സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ പ്രോഗ്രസീവ് രീതിയിലാണ് ടാക്സ് റേറ്റ് ഈടാക്കുന്നത് അല്ലെങ്കിൽ ടാക്സ് റേറ്റ് ഒരാളിൻ്റെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യപ്പെടുന്നത് ബേസ്ഡ് ഓൺ എ പെർട്ടിക്കുലർ ഡേ. ദിസ് റേറ്റ് മേ ഇൻക്രീസ് ഡിപ്പെൻഡിങ് അപ്പോൺ the total income possessed by a person. That means the tax rate increase with an increase in income. That is why it is came to be known as the progressive tax rates. Minimum tax rate of an individual or HUF or an association person here says that what is it 5% and the maximum tax rate is the 30%. It is the case with the previous financial year. So the next one is surcharge.
another characteristic, that is surcharge is imposed on the amount of income tax. ഇൻകം ടാക്സിൻ്റെ പുറത്ത് ഏർപ്പെടുത്തുന്ന മറ്റൊരു ടാക്സാണ് സർചാർജ് എന്ന് പറയുന്നത്, സബ്ജക്റ്റ് ടു സർട്ടൻ കണ്ടീഷൻസ്. ആൻഡ് health and educational cess, that means all assessees are liable to pay health and educational cess at 4% on the total income of the total amount of the income tax including surcharges. അപ്പോൾ ഒരു വ്യക്തി കൊടുക്കേണ്ടുന്ന ഇൻകം ടാക്സും വേണ്ടി വന്നാൽ ഈടാക്കുന്ന സർചാർജും കൂടെ ചേർന്ന തുകയുടെ 4% എന്തായിട്ട് കൊടുക്കുകയും വേണം, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ആയിട്ട് കമ്പൽസറി കൊടുക്കേണ്ടുന്ന ഒരു കാര്യമാണ്. The eighth feature will be tax burden. That means tax is imposed at a progressive rate on the income of individual and HUF. Therefore, rich person bear more tax burden. Here, the tax burden, as it is a progressive rate of on account of individual and HUF, therefore, rich person bear more burden. അപ്പോൾ കൂടുതൽ വരുമാനം ഉള്ള ആളിനാണ് കൂടുതൽ ബാധ്യതയും ഉണ്ടാകുന്നതെന്ന് അർത്ഥം. About the administration of the income tax, it is imposed and recovered by the Income Tax Department. Income Tax Department works under the control of the Central Board of Direct Taxes, considered to be the apex body regarding the income tax structure. And the allocation of amount of income tax, that means the total amount of income tax recovered by the government is allocated among the central government and the state government according to the recommendations of the Finance Commission. അപ്പോൾ നമ്മൾ കളക്ട് ചെയ്തെടുക്കുന്ന ടാക്സ് റവന്യൂ ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡേഷൻ അനുസരിച്ച് സെൻട്രലും സ്റ്റേറ്റും വിഹിതം വച്ച് എടുക്കാറുണ്ട്. ഇനി ചില സന്ദർഭത്തിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ചില ടാക്സസിന് ഷെയർ കൊടുക്കേണ്ടി വരുന്നില്ല, അല്ലെങ്കിൽ ഷെയർ ചെയ്യേണ്ടി വരുന്നില്ല. ഒന്ന്, ഇൻകം ടാക്സ് എമൗണ്ട് റിക്കവേർഡ് ഫ്രം കമ്പനീസിൻ്റെ കൈവശത്ത് നിന്ന് കരസ്ഥമാക്കുന്ന ഇൻകം ടാക്സ്, എമൗണ്ട് ഓഫ് സർചാർജ്, അതുപോലെ തന്നെ എമൗണ്ട് ഓഫ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്. ഈ ഒരു വരുമാനത്തിൻ്റെ നിന്നുള്ള ഷെയർ സെൻട്രലും സ്റ്റേറ്റും തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറയാനുള്ളത്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻകം ടാക്സ്. This is all about today's topic. Thank you so much.